നമസ്കാരം, ഷാഫി ദ വാട്സപ്പ് എക്സ്പേർട്ട്. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് നമ്മൾ നോക്കുന്നത് റിസോർട്ട്സ്, ഹോട്ടൽസ്, അതുപോലെ ഹോം സ്റ്റേസ്, ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിക്ക് എങ്ങനെ വാട്സപ്പിന് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ വാട്സപ്പ് ബിസിനസ് API ഉപയോഗിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ്. ഇവർ അഭിമുഖീകരിക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങളാണ് എന്നുള്ളത് ഞാൻ ഫസ്റ്റ് പറയാം. ഒന്ന് വരുന്നത് കോമ്പറ്റീഷൻ തന്നെയാണ്. കാരണം ഓരോ ദിവസവും പുതിയ പുതിയ റിസോർട്ടുകൾ വരുന്നു, പുതിയ ഹോട്ടൽസ് വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും കോമ്പറ്റീഷൻ വരുന്നുണ്ട്. രണ്ടാമത് സീസണൽ ബേസ്ഡ് ആണ്. ഓരോ ടൂറിസം അല്ലെങ്കിൽ ടൂറിസ്റ്റ് സീസൺസ് ഉണ്ട്. അത് ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ഓരോ ആഘോഷങ്ങളൊക്കെ ബേസ് ആയിട്ടൊക്കെ ബിസിനസ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ കൂടി കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെൻറ്റ് ഇന്ന് നമ്മളൊക്കെ ചെയ്യുന്നൊരു സംഭവമാണ്. ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യണം അല്ലെങ്കിൽ ഒരു റിസോർട്ട് ബുക്ക് ചെയ്യണം, അതിൻ്റെ റിവ്യൂ എന്താണെന്ന്, അല്ലെങ്കിൽ മറ്റുള്ള മുമ്പ് ഉപയോഗിച്ചവരുടെ അവിടെ സ്പെൻഡ് ചെയ്തവരുടെയൊക്കെ റിവ്യൂ നമ്മൾ വായിച്ച് നോക്കിയിട്ടൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഓൺലൈൻ റെപ്യൂട്ടേഷൻ മാനേജ്മെൻറ്റ് എന്നുള്ള ടാസ്ക് ഇന്ന് ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി വളരെയധികം ഫേസ് ചെയ്യുന്നൊരു സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോംസ്. ഇപ്പോൾ നമുക്കറിയാം കുറേ ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവരുടെയൊക്കെ ഇൻഫ്ലുവൻസ് നന്നായിട്ട് വരുന്നുണ്ട്. അവർക്കൊക്കെ അവർ പറയുന്ന രൂപത്തിലുള്ള കമ്മീഷൻസും മറ്റും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അത് വേറൊരു പ്രശ്നം. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോസ്റ്റുകൾ, പലർക്കും അതിൻ്റെ കാര്യങ്ങൾ അറിയില്ല, അല്ലെങ്കിൽ കൂടി വരുന്ന കോസ്റ്റുകൾ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. പിന്നെ കൺസ്യൂമറെ അല്ലെങ്കിൽ കസ്റ്റമറെ ടേസ്റ്റ് അറിയാത്ത ഒരു സംഭവം, അത് പലപ്പോഴായിട്ട് മാറുന്ന ഒരു പ്രവണതയും കണ്ടുവരുന്നുണ്ട്. പിന്നെ നോ ആഫ്റ്റർ കസ്റ്റമർ കമ്മ്യൂണിക്കേഷൻ. നിങ്ങളുടെ അടുത്ത് ഒരു കസ്റ്റമർ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ അവരുമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും പിന്നെ നടക്കുന്നില്ല. ഞാനൊക്കെ പലയിടത്തും പല ഹോട്ടൽസിലും റിസോർട്ടിലൊക്കെ ബുക്ക് ചെയ്തിട്ടും പിന്നെ നമുക്ക് ഒരു ഫീഡ്ബാക്കോ ചോദിച്ചിട്ടോ, അല്ലെങ്കിൽ അടുത്തൊരു ഓഫ് സീസണിൽ അല്ലെങ്കിൽ അടുത്ത സീസണിൽ സ്പെഷ്യൽ ഓഫറുകളോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട്സോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടോ യാതൊരു കമ്മ്യൂണിക്കേഷനും ആരുടെയും വരാറില്ല. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഈ ഒരു മേഖലയിലുണ്ട്. അതിൽ കുറേ പ്രശ്നങ്ങൾ നമ്മുടെ കൺട്രോളിലല്ലാത്തതുണ്ട്. പക്ഷേ നമ്മുടെ കൺട്രോളിൽ അല്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് സൊല്യൂഷൻ വളരെ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനെങ്ങനെയൊക്കെ നമുക്ക് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ അതിനൊപ്പം തന്നെ നമുക്ക് ശരിക്കുള്ള കസ്റ്റമർ സർവീസ് കൊടുക്കാത്തതും, പിന്നെ ഒരു ബുക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് റെസ്പോൺസ് കൊടുക്കാത്തത് കാരണം, അല്ലെങ്കിൽ റെസ്പോൺസ് ഡിലേ ആവുന്നത് കാരണമൊക്കെ ഉള്ള കുറേ ബുക്കിങ്ങുകൾ നഷ്ടപ്പെടുന്ന സംഭവങ്ങളുണ്ട്. ഇതിനൊക്കെ ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് വാട്സപ്പ് ബിസിനസ് API അല്ലെങ്കിൽ വാട്സപ്പ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു പോയിൻ്റായിട്ട് അതിലൊരു ചാറ്റ് ബോട്ട് അല്ലെങ്കിൽ ഒരു ഓട്ടോ റിപ്ലൈ, ഈ രൂപത്തിൽ കുറേ സംഭവങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ നമ്മുടേതായിട്ടുള്ള ആഡുകൾ റൺ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഒരു 24 hour ചെയ്യുന്ന രൂപത്തിലൊക്കെ നമ്മൾ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് കറക്റ്റ് സമയത്ത് റിപ്ലൈ കൊടുക്കുക എന്നുള്ളത് ആർക്കും അറിയില്ല. ഇന്നിപ്പോൾ ഞാൻ തന്നെ പല റിസോർട്ടുകളെയും പല ഹോട്ടൽസിൻ്റെയും ആഡുകൾ ഫേസ്ബുക്കിലൂടെയും മറ്റൊക്കെ കാണും. പക്ഷെ അതിൽ റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു 10 മണിക്കൂറോ അല്ലെങ്കിൽ 24 മണിക്കൂറോ അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് ശേഷമൊക്കെയാണ് പലരും അതിന് റിപ്ലൈ തരാറ്. കാരണം അത്രയും എൻക്വയറി വരുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇതിനൊക്കെ വളരെ ചിലവ് കുറഞ്ഞ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയും. കൂടാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കസ്റ്റമർ എൻഗേജ്മെൻറ്റ് കൂട്ടുക, പ്രൊമോഷൻസ്, ഓഫേഴ്സ് അല്ലെങ്കിൽ കണ്ടൻസൊക്കെ അവർക്ക് ഡയറക്റ്റ് അല്ലെങ്കിൽ അവരുമായിട്ട് മാക്സിമം അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ കസ്റ്റമറെ നമ്മുടെ കണ്ടൻറ്റിൽ മാക്സിമം എൻഗേജ് ചെയ്യിപ്പിക്കണം. അതിനുള്ള രൂപത്തിലുള്ള കണ്ടൻറ്റുകൾ നമ്മൾ ചെയ്യാം. കണ്ടൻറ്റ് ഏതൊരു ഇൻഡസ്ട്രിക്കും അല്ലെങ്കിൽ ഏതൊരു ബിസിനസ്സിനും ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടൻറ്റ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് ഓരോ ഇൻഡസ്ട്രി അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുമെന്ന് മാത്രം. ഇപ്പോൾ നിങ്ങൾ ഹോട്ടൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി ആയതുകൊണ്ട് അതിലെന്ത് ചെയ്യാം, നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഇപ്പോൾ നമ്മുടെ ഓരോ അവിടുത്തെ ഫെസിലിറ്റീസിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ റൂംസിൻ്റെ അല്ലെങ്കിൽ വില്ലാസിൻ്റെ ആ രൂപത്തിലുള്ള കാര്യങ്ങൾ, പിന്നെ മുമ്പ് വിസിറ്റ് ചെയ്തവരുടെ അപ്ഡേറ്റുകൾ, അവരുടെ അഭിപ്രായങ്ങൾ, പിന്നെ നിങ്ങൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഈ ഇവൻറ്റുകളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല ആ രൂപത്തിലുള്ള കണ്ടൻറ്റുകൾ, ഇതെല്ലാം നമ്മൾ ആളുകളുമായിട്ട് ഷെയർ ചെയ്യണം. കൂടാതെ പേഴ്സണലൈസ് ആയിട്ടുള്ള ഓഫറുകൾ കൊടുക്കുക. നമ്മൾ പൊതുവായിട്ടുള്ളൊരു ഓഫറിന് പുറമെ
പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഓഫറുകൾ കൊടുക്കുക. അതുപോലെ ഡയറക്റ്റ് ബുക്കിംഗ് ലിങ്കുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയൊരു ബുക്കിംഗ് സിസ്റ്റം എങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ഞാൻ പറയുന്നത് അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോം. അപ്പോൾ സപ്പോസ് നമ്മൾ ബുക്കിംഗ് ആപ്പുകളെ ആശ്രയിക്കാതെ തന്നെ നിങ്ങൾക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാവുന്നുള്ളൂ. നിങ്ങൾക്ക് റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, 20%ഓ 30%ഓ മറ്റുള്ളവർ കൊടുത്താലും കുഴപ്പമില്ല, നമുക്ക് റിസ്ക് എടുക്കാൻ വയ്യ എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ആ ഒരു ഇതിലേക്ക് പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് അവിടെ കസ്റ്റമർ ഡാറ്റയോ മറ്റുള്ളതോ നിങ്ങൾക്ക് ശരിക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് പിന്നെ ഫർദർ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നില്ല. അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ റിയൽ ടൈം സപ്പോർട്ട് കൊടുക്കുക. പിന്നെ പോസ്റ്റ് സ്റ്റേ ഫീഡ്ബാക്ക്. ഒരാൾ നമ്മുടെ ഒരു പ്രോപ്പർട്ടിയിൽ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ ഒരു ഫീഡ്ബാക്ക് എടുക്കുക. അത് നിങ്ങൾക്ക് ടെക്സ്റ്റ് രൂപത്തിലോ വീഡിയോ രൂപത്തിലോ ഏത് രൂപത്തിലാണെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ അവർ ആ ഒരു സ്റ്റേ കഴിഞ്ഞു പോകുന്ന രൂപത്തിൽ തന്നെ എന്ത് ചെയ്യാം, നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടുന്ന രൂപത്തിൽ ചെയ്യാം. എന്തെങ്കിലും സ്പെഷ്യൽ ഗിഫ്റ്റുകളോ മറ്റുള്ളതൊക്കെ കൊടുത്തിട്ട്, എന്നിട്ട് ഈ റിവ്യൂസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന രൂപത്തിൽ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മളെ അല്ലെങ്കിൽ അവരൊക്കെ പരസ്പരം ടാഗ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഓരോ ഇവൻറ്റ്സും പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യുന്ന രൂപത്തിൽ അത് അവരുടെ ഡയറക്റ്റ് ഇൻബോക്സിലേക്ക് കൊടുക്കുന്ന രൂപത്തിൽ നമുക്ക് ചെയ്യാം. സ്പെഷ്യൽ ഇവൻറ്റ്സ് ഉണ്ടാകുമ്പോൾ അതിലുള്ള ഇൻവിറ്റേഷന്, കൂടാതെ നിങ്ങളുടെ ബുക്കിംഗ് സിസ്റ്റം അല്ലെങ്കിൽ CRM ആയിട്ടൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഈ ഒരു വാട്സപ്പ് ബിസിനസ് API സിസ്റ്റത്തെ മാറ്റാവുന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ ഓരോ യൂസറെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും. കൂടാതെ നമുക്ക് എന്ത് ചെയ്യാം, ഇവരുടെ ഓരോ ഒക്കേഷൻസ് ഉണ്ടാവും അല്ലെങ്കിൽ അവരുടെ ഓരോ സെലിബ്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അപ്പോൾ സപ്പോസ് ബർത്ത്ഡേ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഇതിൽ ഇവർ വരുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് അവരോട് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ പലരും തരാൻ തയ്യാറായിട്ടുള്ളവരുണ്ടാവും. അപ്പോൾ അത് നമ്മുടെ സിസ്റ്റത്തിലൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കണം എന്നുള്ളൂ. ഒരൊറ്റ തവണ ചെയ്താൽ മതി. അതിനനുസരിച്ച് അടുത്ത തവണ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ചുള്ള അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റ് ആ ഒരു ഒക്കേഷൻ വരുന്ന സമയത്തിന് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് അവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും മറ്റുള്ള കാര്യങ്ങൾ കൊടുത്ത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് തന്നെ വീണ്ടും അവരെ കൊണ്ടുവരുന്ന രൂപത്തിൽ നമുക്ക് ചെയ്യണം. അവിടെയാണ് നിങ്ങളുടെ ബിസിനസ് നടക്കുന്നത്. ഒരു കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ബിസിനസ് പ്ലാൻ ഉണ്ടാക്കുക. അല്ലാതെ നിങ്ങൾ ഒരു തവണ ഒരു കസ്റ്റമറുടെ അടുത്ത് നിന്ന് ബുക്കിംഗ് കിട്ടി അല്ലെങ്കിൽ ബുക്കിംഗ് പ്രതീക്ഷിച്ച് മാത്രം ചെയ്യരുത്. ഓരോ കസ്റ്റമറെയും നമ്മൾ മാക്സിമം റീറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ മാക്സിമം അടുത്ത തവണയും നമ്മളിലേക്ക് വരുന്ന രൂപത്തിൽ ചെയ്യാം. എല്ലായ്പ്പോഴും പുതിയ കസ്റ്റമറെ നമ്മൾ തേടി പോകുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിംഗ് കോസ്റ്റ് കൂടുതലായിരിക്കും. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഒരു ഗസ്റ്റ് വന്ന് അയാൾക്ക് നല്ല സർവീസും നല്ല കാര്യങ്ങളും കൊടുത്ത് പിന്നെ നമുക്ക് അവരോട് മാർക്കറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ നമുക്ക് പിന്നെന്താണ് പുതുതായിട്ടൊരു കസ്റ്റമർ കൊണ്ടുവരുന്നതിൻ്റെ 4/1 കോസ്റ്റ് ചെയ്ത് പിന്നെ നമുക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ള കാര്യങ്ങൾക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് വാട്സപ്പ് തന്നെ മാക്സിമം ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഹോട്ടൽ അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് താഴെ കാണുന്ന ലിങ്കിൽ അല്ലെങ്കിൽ മറ്റൊരിതിലോ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എനിവേ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.